പ്രിയപ്പെട്ടവരെ, ബേഥലഹേമിലേക്കുള്ള യാത്രയിൽ 7-ാം ദിവസമാണ് ഇന്ന്. പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അഗ്രാഹ്യമായ ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈ മനുഷ്യാവതാരത്തിൽ ആകമാനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നാം കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായി യേശുക്രിസ്തു തുറന്നു. വചനം മാംസം ധരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം രക്ഷാക രഹസ്യവുമായി ബന്ധപ്പെട്ട് നാം കാണുന്ന എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിൽ ഇത് യാഥാർത്ഥ്യമായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ആവശ്യം. ബേഥലഹേമിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയെ നയിച്ചത്, യൗസേപ്പ് പിതാവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ബേഥലഹേമിലെത്താൻ യേശുക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന സമ്പൂർണമായ സമർപ്പണം പരിശുദ്ധ അമ്മ നടത്തിയതുപോലെ നാം നമ്മുടെ സമർപ്പണം പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നമ്മെ സഹായിക്കട്ടെ.